ഹലോ, ഞാൻ ലിബിൻ ലി. അപ്പൊ ഞാൻ ഇന്ന് ഈ കൊല്ലത്തെ രണ്ടാമത്തെ സിനിമ, അതായത് 2025 കൊല്ലത്തിലെ രണ്ടാമത്തെ സിനിമ, ധ്യാനിന്റെ പടം. ധ്യാനിന്റെ പടം ഐ ഡി ദ ഫേക്ക് എന്ന് പറഞ്ഞ പടം. അതായത് ഇപ്പൊ സമീപകാലത്ത്, അതായത് ഇപ്പൊ ഈ ഇറങ്ങിക്കുന്ന സമയത്ത് ധ്യാനിന്റെ ഒരുമാതിരിപ്പെട്ട മിക്ക പടങ്ങളും പരാജയപ്പെട്ട പടങ്ങളാണ്. ആ ഒരു പ്രതീക്ഷയും വെച്ചിട്ടാണ് ഇതിലും കയറിയത് തന്നെ. പക്ഷെ ഈ പടം ടോട്ടലി നല്ല ഗംഭീര ഒരു സിനിമ എന്ന് പറയാം. അതായത് നല്ല ത്രില്ലിങ്ങും കാര്യങ്ങളായിട്ടുള്ള ഒരു പടമാണ് ഈ ഐ ഡി ദ ഫേക്ക് എന്ന് പറഞ്ഞ പടം. ധ്യാനിന്റെ നല്ലൊരു കംബാക്ക്, അത് 2025 തുടങ്ങി തന്നെ ധ്യാനിന്റെ നല്ലൊരു കംബാക്ക് അങ്ങനെ ഞാൻ പറയാം. പിന്നെ പടത്തിന്റെ കഥ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യണ കുറേ പേരില്ലേ, അങ്ങനെയുള്ളവരുടെ ഒരു കഥ പറയുന്ന ഒരു പടമാണ് ഈ പടം ഐ ഡി എന്ന് പറഞ്ഞ പടം. അതായത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ ഹരാസ്മെന്റ് ചെയ്യണ ഒരാള്, അത് ആരായിക്കോട്ടെ, അപ്പൊ ആളെ കണ്ടുപിടിച്ച് തിരിച്ച് അതേ രീതിയിൽ തന്നെ ഹരാസ്മെന്റ് തിരിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെയാണ് ഈ പടത്തിൽ കാണിക്കുന്നത്. സാറ്റിസ്ഫാക്ഷനാണ് ഈ പടം കാട്ടുന്നത്. അത് നമുക്കൊരു ത്രില്ലിങ് എനിക്ക് കിട്ടിയായിരുന്നു. ആ പ്രതികാരം ചെയ്യുമ്പോൾ ഒരു നായകൻ അനുഭവിക്കണ ഒരു, എങ്ങനെ പറയാ, ഇപ്പൊ ഒരു മാനസികാവസ്ഥ, ഒരു സന്തോഷം എന്ന് പറഞ്ഞ ഒരു ഇത്, അതാണ് ശരിക്കും ഈ പടം കാണിക്കുന്നത്. എന്തുകൊണ്ടും നല്ലൊരു പടമായിട്ട് തോന്നി. എന്തായാലും ധ്യാനിന്റെ നല്ലൊരു കംബാക്ക് അങ്ങനെയാണ് പറയാം. പിന്നെ പടത്തിലെ പാട്ടുകൾ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. BGM ഇടയ്ക്ക് ചില സ്ഥലത്തൊക്കെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ കാട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ഈ എറണാകുളം ഭാഗങ്ങളാണ് മിക്കതും കാട്ടുന്നത്. എന്തായിരുന്നാലും പടം രസമായിട്ടുണ്ട്. അത് ഞാൻ ഇതേപോലത്തെ കഥകൾ ഇനി ചൂസ് ചെയ്താൽ നന്നാവും. അതായത് ഇങ്ങനെ കഥാമൂല്യമൊക്കെ ഉള്ള കഥകൾ സെലക്ട് ചെയ്താം. അല്ലാണ്ട് ഈ ചിമ്പ പടങ്ങളൊക്കെ അഭിനയിച്ച വില ഇടിഞ്ഞു എന്നല്ല, ഒരു നടനെ പറ്റിയ രീതിയല്ല. നടനെ പറ്റിയ രീതി എന്ന് പറഞ്ഞാൽ നല്ല ഗംഭീരമായ ഒരു തിരിച്ചുവരവ്, അതാണ് ഇപ്പൊ ഞാൻ നടത്തിയിട്ടുണ്ട്. എന്തായാലും പടം ഒരു ഹിറ്റ്, ഒരു തിയേറ്റർ വാച്ചുകളായിട്ടൊരു പടമാണ്. എന്തായാലും കണ്ടുപോകും.